ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് പനീർ ടിക്കയാണ്. നല്ല സ്മോക്കി ഫ്ലേവറുള്ള പനീർ ടിക്കയാണിത്. പനീർ 250 ഗ്രാമാണ് എടുത്തിട്ടുള്ളത്. 250 ഗ്രാം പനീറാണ്. പനീർ ഒന്ന് കട്ട് ചെയ്തെടുക്കണം. ഈ ഒരു സൈസിലാണ് പനീർ കട്ട് ചെയ്തെടുക്കുന്നത്. ഈ പനീർ ടിക്കകൾ മസാല ഉണ്ടാക്കാനായിട്ട് ഒരു ബൗളിലേക്ക് ഞാൻ 1 ടീസ്പൂൺ മുളക് പൊടി എടുത്തിട്ടുണ്ട്. കടലമാവ് റോസ്റ്റ് ചെയ്തെടുത്തത് 1.5 ടേബിൾ സ്പൂൺ, ടിക്ക മസാല പൗഡർ 1/2 ടീസ്പൂൺ, ഉപ്പ് 1/4 ടീസ്പൂൺ, ഇഞ്ചി വെളുത്തുള്ളിയുടെ പേസ്റ്റ് 1 ടേബിൾ സ്പൂൺ, ബ്ലാക്ക് സോൾട്ട് 1/2 ടീസ്പൂൺ, നാരങ്ങ നീര് 1 ടേബിൾ സ്പൂൺ, തൈര് 1.5 ടേബിൾ സ്പൂൺ, ജീരകം വറുത്ത് പൊടിച്ചത് 1/4 ടീസ്പൂൺ, അജ്വൈൻ 1 നുള്ള്. അജ്വൈൻ എന്ന് വെച്ചാൽ അയമോദകം. അത് നമ്മൾ 2 കൈയും കൂടി നല്ലതുപോലെ ഒന്ന് പൊടിച്ച് ചേർക്കണം. അപ്പോൾ നല്ലൊരു മണം വരും. പിന്നീട് കസ്തൂരി മേത്തി എടുത്തിട്ടുണ്ട് 1 ടീസ്പൂൺ. ആ കസ്തൂരി മേത്തി നമ്മുടെ കൈ കൊണ്ട് നല്ലതുപോലെ പൊടിച്ച് ചേർക്കണം. ഓയിൽ 1 ടേബിൾ സ്പൂൺ. ഇതെല്ലാം കൂടെ നല്ലതുപോലെ മിക്സ് ചെയ്യണം. ഈ മസാലയ്ക്ക് നമുക്ക് പനീർ ചേർക്കാം. പനീറും മസാലയും കൂടെ നല്ലതുപോലെ മിക്സ് ചെയ്യുക. പനീർ മിക്സ് ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം. നമ്മൾ പെട്ടെന്ന് മിക്സ് ചെയ്യുമ്പോൾ പനീറെല്ലാം പൊട്ടിപ്പോവും. ഇങ്ങനെ ഓരോ പനീർ എടുത്തിട്ട് അതിൻ്റെ മുകളിലേക്ക് ഇങ്ങനെ മസാല തേച്ച് പിടിപ്പിച്ചാലും മതി. ഇനി ഇതിലേക്ക് ഞാൻ 1 ക്യാപ്സിക്കവും അതേപോലെ തന്നെ 1 വലിയ സവാള കട്ട് ചെയ്ത് ചേർത്തിട്ടുണ്ട്. നല്ലതുപോലെ മിക്സ് ചെയ്യാം. ക്യാപ്സിക്കം വലിയ ക്യാപ്സിക്കം ആണെങ്കിൽ 3/4 ക്യാപ്സിക്കം എടുത്താലും മതി. ചെറുതൊക്കെ ആണെങ്കിൽ 1 ക്യാപ്സിക്കം ഫുള്ളായിട്ട് എടുക്കാം. 1 അരമണിക്കൂർ മാറ്റി വയ്ക്കാം. ഇതിപ്പോൾ അരമണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഇത് ബാംബു സ്ക്രൂവിൽ നമുക്ക് കോർക്കാം. ബാംബു സ്ക്രൂ കുറച്ച് നേരത്തേക്ക് ഒന്ന് വെള്ളത്തിൽ ഒരു 10-15 മിനിറ്റെങ്കിലും വെള്ളത്തിൽ ഒന്ന് ഇടണം. എന്നിട്ട് വേണം നമുക്ക് പനീർ ഇതിൽ കോർത്തെടുക്കാനായിട്ട്. അപ്പോൾ ആദ്യം ക്യാപ്സിക്കവും പനീറും അതുപോലെ തന്നെ സവാളയൊക്കെ മാറി മാറി കോർത്തെടുക്കണം. ഇനി നമുക്ക് പനീർ ടിക്ക ഉണ്ടാക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു പാൻ ചൂടാക്കി അതിലേക്ക് കുറച്ച് ബട്ടർ ഇട്ടിട്ട് നല്ലതുപോലെ ഒന്ന്
പാനിലെ എല്ലാ ഭാഗത്തേക്കും ഒന്ന് സ്പ്രെഡ് ചെയ്യണം. ഈ പനീർ ഗ്രില്ല് ചെയ്തെടുക്കാം. ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചാൽ മതി, അല്ലെങ്കിൽ പെട്ടെന്ന് പനീർ കരിഞ്ഞു പോവും. കുറച്ച് സമയം കഴിയുമ്പോൾ പനീരൊന്ന് മറിച്ചിടണം. ഈ പനീറിൻ്റെ മുകളിൽ കുറച്ച് ബട്ടർ ഞാൻ ഇടുന്നുണ്ട്. ഞാൻ ബട്ടർ പനീറിന് മുകളിൽ ബ്രഷ് ചെയ്യണം. ഇപ്പോൾ ബട്ടർ ഇല്ലെങ്കിൽ ഓയിൽ ചേർത്താലും മതി. വീണ്ടും അത് മറിച്ചിടണം. അങ്ങനെ ആ പനീറിൻ്റെ 4 സൈഡിൽ നല്ലതുപോലെ ഒന്ന് ആ ബ്രൗൺ കളർ ആവുന്നവരെ നമ്മൾ പനീർ തിരിച്ച് മറിച്ചിട്ട് ഗ്രില്ല് ചെയ്തെടുക്കണം. ഇപ്പോൾ പാനിൽ ചൂട് കൂടിയ സ്ഥലത്തു നിന്ന് ചൂട് കുറഞ്ഞ സ്ഥലത്തേക്ക് പനീർ ടിക്ക അങ്ങോട്ടും ഇങ്ങോട്ടുമായിട്ട് മാറ്റി വയ്ക്കണം. ഈ പനീർ ടിക്കയ്ക്ക് നല്ലൊരു സ്മോക്കി ഫ്ലേവർ കിട്ടുന്നതിന് വേണ്ടിയിട്ട് ഒരു കപ്പിൽ ഞാൻ കുറച്ച് നമ്മുടെ കരി കത്തിച്ച് വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ബട്ടറും കൂടെ ഇട്ടിട്ട് നല്ലപോലെ പുക വരുമ്പോൾ തന്നെ കവർ ചെയ്ത് വെക്കണം. 1 മിനിറ്റ് 2 മിനിറ്റ് ഒന്ന് കവർ ചെയ്ത് വെക്കണം. അതിനുശേഷം കവർ എടുത്ത് മാറ്റാവുന്നതാണ്. ഈ ബാക്കിയുള്ള മസാലയിലേക്ക് ഞാൻ ഒരു വലിയ സവാള റൗണ്ട് ചെയ്ത് കട്ട് ചെയ്തിട്ടിട്ടുണ്ട്. ആ മസാല നല്ലതുപോലെ ആ സവാളയുമായിട്ട് മിക്സ് ചെയ്യണം. ഈ പനീർ ഉണ്ടാക്കിയ ഗ്രിൽ പാനിലേക്ക് കുറച്ച് ബട്ടർ ചേർക്കണം. ഒരു 1/4 ടീസ്പൂൺ 1/2 ടീസ്പൂൺ ബട്ടർ ചേർത്താൽ മതി. ഇനി മാരിനേറ്റ് ചെയ്ത ഈ സവാള ഗ്രിൽ പാനിലിട്ട് നല്ലതുപോലെ ഗ്രില്ല് ചെയ്തെടുക്കണം. നല്ല ടേസ്റ്റാണ് ഈ സവാള കഴിക്കാനായിട്ട്. അധികം ബട്ടറൊന്നും ഒഴിക്കണ്ട. നല്ലതുപോലെ ഒന്ന് ഇടയ്ക്കിടയ്ക്ക് ഇളക്കിയിട്ട് കൊടുത്ത് നല്ലതുപോലെ ഗ്രില്ല് ചെയ്തെടുക്കുക. ഈ സവാള നല്ലതുപോലെ ഗ്രില്ലായിട്ടുണ്ട്. ഇനി സെർവ് ചെയ്യുന്ന പ്ലേറ്റിലേക്ക് ഗ്രില്ല് ചെയ്ത സവാള അത് എടുത്ത് വയ്ക്കാം. പിന്നീട് പനീർ ടിക്കയും കൂടെ എടുത്ത് വയ്ക്കാം. നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട്. പനീർ ടിക്ക നല്ല ചൂടോടുകൂടി കഴിക്കണം.